CMRL എക്സാലോജിക് കേസിൽ വീണ ടിയുടെ ഡയറിയിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു എന്ന് ED. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചുവെന്ന് കണ്ടെത്തൽ. മറ്റൊരാളുടെ പേരിലെ സിം കാർഡിന്റെ ഫോട്ടോയും ലഭിച്ചുവെന്ന് ED. വരുമാനത്തിനപ്പുറമുള്ള പണം വീണ കൈകാര്യം ചെയ്തുവെന്നാണ് EDയുടെ സംശയം. ഇന്നലത്തെ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തുവെന്നും ഹവാല ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും ED. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, കൂടുതൽ കുരുക്ക് മുറുകുകയാണോ? വീണ ടിയുടെ ഡയറിയിൽ നിന്ന് തന്നെ ഹവാല ഇടപാടുകളുടെ സൂചനകൾ ലഭിച്ചുവെന്നാണ് കണക്ക് തന്നെ പറയുന്നു ED. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കയറ്റി അയച്ചുവെന്നാണ്. ഇന്നലെ റിയാസിന്റെ സുഹൃത്തുക്കളുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിലും ഇതിന്റെ സൂചനകൾ കിട്ടിയെന്നാണോ EDയുടെ പ്രസ് റിലീസ്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ വിവിധയിടങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ED റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഇന്നൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ഹവാല ഇടപാട് കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ മെയ് 27-ന് തിരുവനന്തപുരത്തെ വീണ ടിയുടെ വീട്ടിൽ ED വിശദമായ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്ന് പിടിച്ചെടുത്ത ചില രേഖകളിലാണ് ഇത് സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ഉള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ദുബായിലേക്ക് പണം അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 85 ലക്ഷം രൂപ വീണ ടി ദുബായിലേക്ക് അയച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വരുമാനത്തിനപ്പുറത്തേക്കുള്ള പണം വീണ ടി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും EDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. 20 കോടി രൂപയിലധികം ഇടപാടുകൾ വീണ ടി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വരുമാനത്തിനേക്കാൾ കൂടുതലാണ് ഇത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചതിന്റെ ചില ഫോട്ടോകളും ED കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചും ED വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇത് ഇന്റർനെറ്റ് കോളിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് EDയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. എന്തായാലും ഈ CMRൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം ഇത്തരത്തിൽ പല ഷെൽ കമ്പനികളിലേക്കും മറ്റും മാറ്റി എന്നൊരു നിഗമനത്തിലാണ് ED ഉള്ളത്. അതിന്റെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെത്തിയെന്നാണ് ED പ്രധാനമായും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീണ ടിയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുന്നുവെന്നാണ് ED നൽകുന്ന വിവരം. പ്രധാനമായും നിഖിൽ, നന്ദുലാൽ എന്നിവരെ അടക്കം ED സമൻസ് അയച്ച് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന വീണ ടിക്ക് പങ്കാളിത്തമുള്ള കമ്പനിയെക്കുറിച്ചും EDക്ക് സംശയങ്ങളുണ്ട്. 2023-ൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കമ്പനിക്ക് കോഴിക്കോട് ഓഫീസ് പോലുമില്ല. ഇതിന്റെ മേൽവിലാസത്തിലും ED ദുരൂഹത മണക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റൊരു പാർട്ട്ണറായ അനീസ് എന്നയാളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് ED ഒരുങ്ങുന്നത്. എന്തായാലും അതിനു മുൻപ് പരമാവധി രേഖകളും പരമാവധി തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. CMRൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയെന്ന് ED പറയുന്ന പണം അത് എങ്ങോട്ടൊക്കെയാണ് മാറ്റിയത്, അത് ആർക്കൊക്കെയാണ് നൽകിയത്, ഏതൊക്കെ കമ്പനികളിലേക്കാണ് മാറ്റിയത് എന്നാണ് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.